ലോകകപ്പ് ഗ്രൂപ്പ് ഘട്ട നറുക്കെടുപ്പിലേക്ക് ഇനി ദിവസങ്ങൾ മാത്രം. അടുത്ത വർഷം നടക്കുന്ന ഫിഫ ലോകകപ്പിൽ ആരൊക്കെ ഏതെല്ലാം ഗ്രൂപ്പിൽ അണിനിരക്കുമെന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ഡിസംബർ 5-ന് അറിയാം. ലോകകപ്പ് യോഗ്യതാ റൗണ്ടുകൾ പൂർത്തിയാവുകയും 42 ടീമുകൾ ഇതിനകം യോഗ്യത ഉറപ്പാക്കുകയും ചെയ്തു. ശേഷിക്കുന്ന 6 സ്ഥാനങ്ങൾക്കുള്ള പ്ലേ ഓഫ് മത്സരങ്ങൾ അടുത്ത വർഷം മാർച്ചിൽ നടക്കാനിരിക്കെയാണ് ഈ മത്സരങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഡിസംബർ 5-ന് നറുക്കെടുപ്പ് നടക്കുന്നത്. റാങ്കിങ്ങിൽ മുൻനിരയിലുള്ള 4 ടീമുകളായ സ്പെയിൻ, അർജന്റീന, ഫ്രാൻസ്, ഇംഗ്ലണ്ട് എന്നിവർ സെമി വരെ പരസ്പരം ഏറ്റുമുട്ടുന്നത് ഒഴിവാക്കിയാണ് ഫിഫ സീഡും ഫിക്സ്ചറും തയ്യാറാക്കിയത്. ലോക റാങ്കിങ്ങിൽ 1-ാം സ്ഥാനക്കാരായ സ്പെയിനും 2-ാം സ്ഥാനക്കാരായ അർജന്റീനയും തമ്മിൽ ഫൈനലിന് മുമ്പ് മുഖാമുഖമെത്തില്ല. 3-ാം സ്ഥാനക്കാരായ ഫ്രാൻസും 4-ാം സ്ഥാനക്കാരായ ഇംഗ്ലണ്ടും തമ്മിലും ഫൈനലിന് മുമ്പ് ഒരു പോരാട്ടമുണ്ടാവില്ല. മുൻനിര ടീമുകൾ ഗ്രൂപ്പിലെ മത്സരങ്ങൾക്ക് ശേഷം 2 വഴിക്കാവും മുന്നോട്ട് കുതിക്കുന്നത് എന്നതിനാൽ ഫൈനലിന് മുമ്പ് ഒരു ഏറ്റുമുട്ടൽ ഒഴിവാകും. ആതിഥേയരായ അമേരിക്ക, കാനഡ, മെക്സിക്കോ ടീമുകൾക്ക് പിന്നിലായി സ്പെയിൻ മുതൽ ജർമ്മനി വരെ 9 ടീമുകൾ പോട്ട് 1-ൽ ഇടം പിടിക്കും. പ്രാഥമിക റൗണ്ടിൽ പോട്ട് 1-ലെ ടീമുകൾ പരസ്പരം മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല. ഇതുപ്രകാരം അർജന്റീന, സ്പെയിൻ, ഫ്രാൻസ്, ബ്രസീൽ, പോർച്ചുഗൽ, നെതർലൻഡ്സ്, ബെൽജിയം, ജർമ്മനി ടീമുകൾക്ക് ഗ്രൂപ്പ് റൗണ്ടിൽ പരസ്പരം ഏറ്റുമുട്ടേണ്ടി വരില്ലെന്നുറപ്പ്. 48 ടീമുകൾ മാറ്റിവെക്കുന്ന ടൂർണമെന്റിൽ 12 ഗ്രൂപ്പുകളിലായാണ് ആദ്യഘട്ട മത്സരങ്ങൾ പുരോഗമിക്കുന്നത്. ഗ്രൂപ്പിൽ നിന്നുള്ള മികച്ച 2 ടീമുകളും 3-ാം സ്ഥാനക്കാരിലെ മികച്ച 8 പേരും 32 ടീമുകൾ കളിക്കുന്ന നോക്കൌട്ടിൽ ഇടം നേടും. ലോകകപ്പിലേക്ക് ശേഷിക്കുന്ന 6 സ്ഥാനങ്ങൾക്കായി 18 ടീമുകളാണ് മാർച്ചിൽ നടക്കുന്ന പ്ലേ ഓഫിൽ മത്സരിക്കുക. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.